സാമ്പാറിന് പച്ചക്കറികൾ, പരിപ്പ്, സാമ്പാർ പൊടി, മുളക് പൊടി, കടുക്, വെളുത്തുള്ളിയും കുഞ്ഞുള്ളിയും, വെള്ളം, പുളി, കായപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവ, കറിവേപ്പില, ഉണക്കമുളകും, ഉപ്പ്, വെള്ളം ഇത്ര പോരെ കേട്ടോ. ആദ്യം പുളി വെള്ളത്തിലിട്ട് വെച്ചു. അതിനുശേഷം പരിപ്പ് കുക്കറിലിട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വെച്ച് വേവിക്കുക. അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് അടുത്ത സ്റ്റൗവിൽ വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇപ്പുറം നമ്മൾ മസാല ആക്കാൻ പോവാന്ന് സാമ്പാറിൻ്റെ. അതിന് ആദ്യം വെളിച്ചെണ്ണ ചൂടാക്കുക. വെളിച്ചെണ്ണ ചൂടാക്കിയതിന് ശേഷം ഉലുവ പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. ഉലുവ ഇട്ട് പൊട്ടിക്കുന്നുണ്ട്. ഉലുവ പൊട്ടിയതിന് ശേഷം ഉലുവ ജസ്റ്റ് അപ്പുറം കുക്കറിൻ്റെ വിസിൽ വന്നേരം അത് ഓഫാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഉലുവ പൊട്ടിച്ചതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇടുന്നുണ്ട്. പിന്നെ വെളുത്തുള്ളിയും കുഞ്ഞുള്ളിയും മുറിച്ച് വെച്ചില്ലേ, അതും കൂടി ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുവാന്ന്. നന്നായിട്ട് വഴറ്റണം കേട്ടോ. ഒന്ന് കളറ് മാറട്ടെ അപ്പോഴത്തേക്ക്. എന്നിട്ട് നമ്മളെ പൊടികൾ ഇടണം. അതൊന്ന് കളറ് മാറിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മളെ കായപ്പൊടി ഇട്ടിട്ടുണ്ട്. കുറച്ച് കായപ്പൊടി വറുക്കുന്നതിൽ തന്നെ ഇട്ടുണ്ട്. പിന്നെ സാമ്പാർ പൊടി ഇട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് ഇത് നമ്മൾ മഞ്ഞൾപ്പൊടി കുറച്ചിടുന്നുണ്ട്. പിന്നെ കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ചൂടാക്കി എടുക്കുക. ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ അധികമായി പോയി, അതുകൊണ്ടാട്ടോ. ഇത്ര വെളിച്ചെണ്ണ വേണ്ട, നിങ്ങൾ കുറച്ച് വെളിച്ചെണ്ണ കുറച്ചിട്ടൊക്കെ നന്നായിട്ട് ചൂടാക്കാൻ പറ്റും. ഇതിങ്ങനെ ആയിട്ട് വന്നിട്ടുണ്ട്. അതിന് ശേഷം സ്റ്റൗ അപ്പുറം കുക്കറിൽ പരിപ്പ് വെന്തില്ലേ, ആ പരിപ്പിൽ ബാക്കി നമ്മളെ പച്ചക്കറികളൊക്കെ എടുത്തിടുന്നുണ്ട്. പച്ചക്കറികളൊക്കെ എടുത്തിട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുക്കർ അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അടച്ച് വെച്ചിട്ട് സ്റ്റൗ ഓൺ ആക്കിയിട്ടുണ്ട്. പച്ചക്കറിയെല്ലാം വെന്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് അതിൽ നമ്മൾ കുറച്ച് പുളി എടുത്ത് ഒഴിച്ചിട്ടുണ്ട്. പുളി വെള്ളം ഒഴിച്ച് വെച്ചിട്ടില്ല, ആ പുളി എടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചിട്ട് പുളി അതിലേക്ക് ഒഴിച്ചു. എന്നിട്ട് നമ്മളൊന്ന് ഈ നമ്മൾ വറുത്ത് വെച്ച പൊടികളൊക്കെ ഇല്ലേ, അതും കൂടി എടുത്ത് അതിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. പിന്നെ ജസ്റ്റ് ഒരു തള മാത്രം വന്നാൽ മതിയിട്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ സാമ്പാർ റെഡിയാണ്. എല്ലാം കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ. എന്നിട്ട് സ്റ്റൗ ഓൺ ആക്കിയിട്ട് അടച്ചു വെക്കൊന്നും വേണ്ട, ഇങ്ങനെ വെച്ച് തിളക്കട്ടെ. ഉപ്പ് അവസാനമായിട്ടാണ് ഇടുന്നത്, എന്നാലേ എല്ലാം വേവൂല. അതിന് വേണ്ടിയിട്ട് ഉപ്പ് ലാസ്റ്റാണ് ഇടുന്നത്. എന്നിട്ട് സാമ്പാർ എല്ലാം തിളച്ച് വന്നിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ള സാമ്പാറാണ്, സാമ്പാർ പൊടി ഇട്ടിട്ട്, അല്ലാണ്ട് വറുത്തരച്ച സാമ്പാറല്ല, സിമ്പിളായിട്ടുള്ള സാമ്പാറാണ്. ഇനി ഇത് വറുത്തിടാൻ പോവാന്ന്. ഞാൻ ആദ്യം പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് അത് ചൂടാവുന്ന സമയത്ത് കടുക് പൊട്ടിക്കുവാന്ന്. കടുക് പൊട്ടുന്നുണ്ട്. ഇനി നമ്മൾ എന്താ ഇടുക, ഉണക്കമുളക് 2 പൊട്ടിച്ചിട്ട് ഇടുവാന്ന്. ഉണക്കമുളക് ഇട്ടിട്ട് ജസ്റ്റ് വറുത്തെടുക്കുക. അതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി എടുത്തിടുക. 2 തട്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയിട്ടാകുമ്പോൾ അത് നമ്മളെ സാമ്പാറിലേക്ക് ഒഴിക്കുകയാണ്. നമ്മുടെ സാമ്പാറിലേക്ക് ഒഴിക്കുകയാണ്. നമ്മളെ സിമ്പിളായിട്ടുള്ള സാമ്പാർ റെഡിയാണ്. ഈ പണിയൊന്നുമില്ല, എല്ലാം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാണിച്ചു തരാം കേട്ടോ സാമ്പാർ. ഇതാണ് നമ്മളെ സിമ്പിളായിട്ടുള്ള സാമ്പാർ. അധികം പണിയൊന്നുമില്ല, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന